ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എക്സാം വൈ ലേണിംഗ്. സോ നിങ്ങൾ NSMCയുടെ പ്രിപ്പറേഷൻ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു വിചാരിക്കുന്നു. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിക്സിന്റെയും മാത്സിന്റെ എല്ലാ ക്ലാസ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിക്സ് മാത്സ് മാത്രമല്ല കെമിസ്ട്രിയും എല്ലാ വീഡിയോസും എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് തരുന്നുണ്ട്. നിങ്ങൾ യൂട്യൂബിനകത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കണ്ട് പഠിച്ചാൽ മാത്രം മതിയാകും. ആൻഡ് അറിയാലോ, NSMCക്കകത്ത് ടോപ്പ് മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് ചെയ്യുന്നതാണ് വലിയ വലിയ ക്യാഷ് പ്രൈസുകളാണ്. സോ രജിസ്ട്രേഷൻ ഒക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കണേ ആൻഡ് പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങണേ. സോ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് മാത്സിനകത്ത് നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് ആണ്. ആൻഡ് ചെറിയ ടോപ്പിക് ആണ്, ഈസി ആണ്. നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആൻഡ് കോൺസെപ്റ്റ് ഞാൻ പറയുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട്ബുക്കുമായിട്ട് വരണം. ആൻഡ് ഞാൻ ചെയ്യുന്ന കൂടെ തന്നെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ മാത്സിനകത്ത് ആൻസേഴ്സ് പെട്ടെന്ന് നിങ്ങൾക്ക് എക്സാമിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്ത് ചെയ്യാം, പെട്ടെന്ന് പോകാം. ആൻഡ് അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നമ്പർ ഓഫ് ഹോൾ നമ്പേഴ്സ് ലൈ ബിറ്റ്വീൻ -5 and 5. -5ന്റെയും 5ന്റെ ഇടയ്ക്ക് എത്ര ഹോൾ നമ്പേഴ്സ് ഉണ്ട്? സോ നോക്കാം. ഞാൻ നമ്പർ ലൈൻ വരയ്ക്കാം. ഇവിടെ വരച്ചേ. ആൻഡ് 0 മാർക്ക് ചെയ്തു, 0 മാർക്ക് ചെയ്തു. ആൻഡ് എൻ പോയിന്റ് 5 മാർക്ക് ചെയ്തു. ആൻഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ് -5 മാർക്ക് ചെയ്തു. ഇൻ ബിറ്റ്വീൻ നമ്പേഴ്സ് എന്ത് ചെയ്യാം, ഇട്ട് നോക്കാം. സോ -4, -3, -2, -1 സംശയമൊന്നുമില്ല. ആൻഡ് 1, 2, 3, 4, 5. ഇനി എന്ത് ചെയ്യാം, കൗണ്ട് ചെയ്ത് നോക്കാം. -5ന്റെയും 5ന്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സ് അല്ലേ കൗണ്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. സോ എന്ത് ചെയ്യാം, കൗണ്ട് ചെയ്ത് നോക്കാം. -5ഉം 5ഉം ബിറ്റ്വീൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, സ്റ്റാർട്ടിംഗ് പോയിന്റും എൻ പോയിന്റും നമ്മൾ മാറ്റിക്കളഞ്ഞു. കാരണം എന്താ, ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് ബിറ്റ്വീൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ പോയിന്റും സ്റ്റാർട്ടിംഗ് പോയിന്റും വേണ്ട. ഇൻ ബിറ്റ്വീൻ നമ്പേഴ്സ് മാത്രം കൗണ്ട് ചെയ്താൽ മതിയാകും. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു നോക്കണം. ആൻഡ് എണ്ണി നോക്കാം. -4, -3, -2, -1, 0 എത്രയായി? 5. ആൻഡ് 1, 2, 3, 4 എത്രയായി? 4 എണ്ണം. 5 + 4 എന്താ? 9. ആൻസർ എന്താ? 9. ഇങ്ങനെയാണോ ആൻസർ ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ ആൻസർ ചെയ്യേണ്ടത്? ഇതാണ് ഹോൾ നമ്പേഴ്സ്. ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടില്ലേ നമ്പർ ഓഫ് ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് എന്താണെന്ന് അറിയാതെ നമ്മൾ എന്ത് ചെയ്തേനെ, -5 മുതൽ അങ്ങോട്ട് കൗണ്ട് ചെയ്തിട്ട് -5 മുതൽ കൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, കൃത്യമായിട്ട് തെറ്റുത്തരം അങ്ങോട്ട് മാർക്ക് ചെയ്ത് വെക്കും. ആൻസർ എന്താണ്? ബി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല. ക്വസ്റ്റിനകത്ത് ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ മനസ്സിലാക്കണം, ഹോൾ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്ന? 0, 1, 2, 3, 4, 5 ഇതല്ലേടാ ഹോൾ നമ്പേഴ്സ്. 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് അല്ലാടാ ഹോൾ നമ്പേഴ്സ്. അതല്ലാതെ -5 മുതൽ സ്റ്റാർട്ട് ചെയ്യുക, അത് ഇൻഡീജേഴ്സ് ആണ്, അത് ഹോൾ നമ്പേഴ്സ് അല്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിച്ചു കളഞ്ഞിട്ട് -5ന്റെയും 5ന്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സ് കൗണ്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ആൻസർ ഇട്ട് കഴിഞ്ഞാൽ തെറ്റി. കാരണം എന്താ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. ഹോൾ നമ്പർ എന്താണെന്ന് അറിയണം. ഹോൾ നമ്പർ എന്താണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വീണ്ടും കൗണ്ട് ചെയ്ത് നോക്കാം. സോ -5ന്റെയും 5ന്റെയും ഇടയ്ക്കുള്ള ഹോൾ നമ്പേഴ്സ് എണ്ണം കൗണ്ട് ചെയ്യാൻ പറഞ്ഞ സമയത്ത് 0 ഇൻക്ലൂഡ് ചെയ്യണ്ടേ? കാരണം എന്താണ്, -5 ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ആക്ച്വലി ഇപ്പോൾ 0 ഇവിടെ തുടങ്ങുന്നത്, ഹോൾ നമ്പർ 0 തുടങ്ങുന്നതുകൊണ്ട് 0 ഇൻക്ലൂഡിംഗ് ആണ്. സോ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഫസ്റ്റ് നമ്പർ. 1, 2, 3, 4, 5. സോ എത്ര നമ്പേഴ്സ് ഉണ്ടോ? 0, 1, 2, 3, 4 5 നമ്പേഴ്സ് ഉണ്ട്. ആൻഡ് 5 ഇൻക്ലൂഡിംഗ് ആണോ? അല്ല. 5 കൂട്ടേണ്ട കാര്യമില്ല. കാരണം എന്താ, ഇൻ ബിറ്റ്വീൻ എന്ന് പറഞ്ഞതുകൊണ്ട്. സോ ആക്ച്വൽ ആൻസർ എന്താണ് വരുന്നത്? ആക്ച്വൽ ആൻസർ എന്താ വരുന്നത്? ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണമായിരുന്നു. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി 5 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, 9 എന്ന ആൻസർ ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയേനെ. ആൻഡ് നിങ്ങൾക്ക് എന്തായിരുന്നു, മാർക്ക് നഷ്ടപ്പെട്ടേനെ. സോ നിങ്ങളോട് ഞാൻ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനായിരുന്നു ഈ ക്വസ്റ്റ്യൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നിങ്ങൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കണം. അങ്ങനെയാണ് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് മീനിങ് താഴെ തന്നിട്ടുള്ള റോമൻ ലെറ്റേഴ്സ് ആണ് അല്ലേ. സോ റോമൻ ലെറ്റേഴ്സിനകത്ത് മീനിങ് ഫുൾ അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റോമൻ ലെറ്റേഴ്സ് ഒന്ന് പ്രഷപ്പ് ചെയ്ത് തരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, റോമൻ ലെറ്ററിനകത്ത് I എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. I എന്ന് പറഞ്ഞാൽ 1 ആണ്. B = 5 ആണ്. X പറഞ്ഞാൽ 10 ആണ്. L പറഞ്ഞാൽ 50, C പറഞ്ഞാൽ 100, D പറഞ്ഞാൽ 500 ആൻഡ് M എന്ന് പറഞ്ഞാൽ 1000. ഇതെന്താണ്, കൃത്യമായിട്ട് പഠിക്കണം. ഇതെന്ത് ചെയ്യണം, ഇത് എപ്പോൾ ചോദിച്ചാലും കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചേ പറ്റൂ. ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഈ കുറച്ച് കാര്യങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം, അറിഞ്ഞിരിക്കണം. ആൻഡ് ഈ എല്ലാ പോയിന്റ്സും എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. ബൈ ഹാർട്ട് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, മനസ്സിലാക്കി വെക്കാനാണ് ഞാൻ പറയുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് വായിച്ചു തരാം. ദ സിംബൽസ് I, X, C ആൻഡ് M ക്യാൻ ബി റിപ്പീറ്റഡ് അപ് ടു 3 times. അത് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം 3 times എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ് ടു 3 times ആണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മാക്സിമം 3 times വരെ റിപ്പീറ്റ് ചെയ്യാൻ പാടുകയുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കി വെക്കണം. സോ ആ പോയിന്റ് പറഞ്ഞു. ആൻഡ് അടുത്ത പോയിന്റ് ആണ്, ദ സിംബൽസ് V, L ആൻഡ് D കനോട്ട് ബി റിപ്പീറ്റഡ്. V, L, D പോലത്തെ സിംബൽസ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇത് മനസ്സിലാക്കിയിരിക്കണം. ആൻഡ് വെൻ എ സ്മോളർ ന്യൂമറൽ ഈസ് പ്ലേസ്ഡ് ബിഫോർ ലാർജർ ന്യൂമറൽ, ഒരു വലിയ ന്യൂമറലിന്റെ ബാക്കിൽ സ്മോളർ ന്യൂമറൽ വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇത് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്,
അത് സബ്സ്ട്രാക്ഷൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സബ്സ്ട്രാക്ട് ദ സ്മോളർ വാല്യൂ വെൻ ഫ്രം ദ ലാർജർ വാല്യൂ. ഉദാഹരണം, നിങ്ങൾക്ക് ഐ തന്നു, എക്സ് തന്നു. ഇതെന്താണ്, നിങ്ങളുടെ പലരുടെയും സ്കൂളിനകത്ത് ചിലപ്പോൾ 9ാം ക്ലാസ് ഇങ്ങനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവുന്നത്. ഞാൻ പഠിച്ച സമയത്ത് എൻ്റെ സ്കൂളിനകത്ത് ഇങ്ങനെ ആയിരുന്നു, റോമൻ ലെറ്റേഴ്സിനകത്തായിരുന്നു ഓരോ ക്ലാസ്സും റെപ്രസെന്റ് ചെയ്തത്. സോ ഐ എക്സ് പറഞ്ഞാൽ ആക്ച്വലി എന്താണത്, ഐന്റെ വാല്യൂ ഞാൻ പറഞ്ഞു തന്നെ, അത് 1 ആണ്. എക്സ് പറഞ്ഞാൽ 10 ആണ്. അങ്ങനെയാണെങ്കിൽ ചെറിയ നമ്പർ വലിയ നമ്പറിന്റെ ബാക്കിൽ വന്നു. ഇവിടെ വലിയ നമ്പർ എന്താ, എക്സ്. ചെറിയ നമ്പർ എന്താ, ഐ. വലിയ നമ്പറിന്റെ ബാക്കിലല്ലേ ചെറിയ നമ്പർ വന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്, സബ്സ്ട്രാക്ഷൻ ആണ്. സോ ആൻസർ എന്താ, 10 - 1 which is equal to 9. സോ ഈ പോയിന്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആൻഡ് അടുത്തത്, when a smaller numeral is placed after a larger numeral. സോ ലാർജർ ന്യൂമറലിന്റെ ശേഷം ആഫ്റ്റർ ആണ് സ്മോളർ ന്യൂമറൽ വന്നു കഴിഞ്ഞാൽ അതെന്താണ്, അഡീഷൻ ആണ്. നിങ്ങൾ ക്ലാസ് 7 ആണല്ലോ പഠിക്കുന്നത്. ക്ലാസ് 7 എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്, വി 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 എന്താ 5 ആണ്. ആൻഡ് 1 1 ആൻഡ് 1 1 ഇങ്ങനെ പറഞ്ഞാൽ എന്താ, V11 ആക്ച്വലി എന്താ 5 + 1 + 1 അതാണ് 7. കാരണം എന്താ, വലിയ നമ്പറിന്റെ ആഫ്റ്റർ റൈറ്റ് സൈഡിലാണ്, അതല്ലെങ്കിൽ വലിയ നമ്പർ കഴിഞ്ഞിട്ടാണ് ചെറിയ നമ്പർ വന്നു കഴിഞ്ഞാൽ അത് അഡീഷൻ ആണ്. പഠിച്ചു വെക്കണേ. ആഡ് ദ വാല്യൂസ്. അടുത്തത്, ഐ ക്യാൻ ബി സബ്സ്ട്രാക്ട് ഓൺലി ഫ്രം വി ആൻഡ് എക്സ്. ഐ വിയിൽ നിന്നും എക്സിൽ നിന്നും മാത്രമേ സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പഠിച്ചു വെക്കണം, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അടുത്തത്, എക്സ് ക്യാൻ ബി സബ്സ്ട്രാക്ട് ഓൺലി ഫ്രം എൽ ആൻഡ് സി. എക്സ് എല്ലിൽ നിന്നും സിയിൽ നിന്നും മാത്രമേ സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് സി ക്യാൻ ബി സബ്സ്ട്രാക്ട് ഓൺലി ഫ്രം ഡി ആൻഡ് എം. ഡിയിൽ നിന്നും എമ്മിൽ നിന്നും മാത്രമേ സി സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പോയിന്റ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിനകത്ത് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് മീനിങ് ഏതാണ് മീനിങ് ഫുൾ അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചോളണം മക്കളെ. സോ നിങ്ങൾ എല്ലാവരും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ചെയ്യാൻ നോക്കാം, എക്സ് 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 വി. വായിച്ചു നോക്കാം. ഫസ്റ്റ് കോണ്ടിന്യൂഷൻ എന്തായിരുന്നു, ദ സിംബൽസ് ഐ എക്സ് സി ആൻഡ് എം ക്യാൻ ബി റിപ്പീറ്റഡ് അപ് ടു 3 times. മൂന്ന് തവണ വരെ റിപ്പീറ്റ് ആകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സും 3 തവണ മാക്സിമം വന്നിട്ടുള്ളൂ, കുഴപ്പമില്ല, ഈ ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ആക്ച്വൽ വാല്യൂ എന്താണ്, എക്സും വിയും 10 + 10 + 10 + 5 ആണ് ആക്ച്വലി. കാരണം എന്താ, വലിയ നമ്പറിന്റെ ശേഷമാണ് ചെറിയ നമ്പർ വന്നു കഴിഞ്ഞാൽ അഡീഷൻ ആണ്. സോ നോക്കാം, 10 + 10 + 10 + 5 ഈസ് ഈക്വൽ ടു 35. കുഴപ്പമൊന്നുമില്ല, അതെന്താണ്, നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കാം, ബി എക്സ്. ചെറിയ നമ്പർ ആദ്യം വന്നു, വലിയ നമ്പർ അത് കഴിഞ്ഞിട്ട് വന്നു. ഞാൻ എന്താ നേരത്തെ പറഞ്ഞത്, when a smaller numeral is placed before a larger numeral, subtract the smaller value from the larger value. വലിയ വാല്യൂയിൽ നിന്ന് ചെറിയ വാല്യൂ കുറയ്ക്കണം. ഇതെന്താ, വി എക്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, വി എക്സ് എന്താണ്, വലിയ വാല്യൂ എക്സ് പറഞ്ഞാൽ 10 ആണ്, വി പറഞ്ഞാൽ 5 ആണ്. ആക്ച്വലി എന്താ കിട്ടിയത്, 5. എടാ മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ 5 കിട്ടാൻ ഇങ്ങനെ എഴുതണോ, ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യം എന്താ, വി എന്താ, ഇത് 5 അല്ലേ, പിന്നെ എന്തിനാ വി എക്സ് ഇത് 10 - 5 എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ആൻഡ് 5 നമ്മൾ ബി മാത്രമേ റെപ്രസെന്റ് ചെയ്യുള്ളൂ. എന്ത് മനസ്സിലായി, നമ്മുടെ തെറ്റായ ഓപ്ഷൻ എന്താ, ആക്ച്വലി അത് ബി ആയിരുന്നു. ആൻഡ് CD1X ആൻഡ് CDXL CDIX ആൻഡ് CDXL രണ്ടും എന്താണ്, കറക്റ്റ് ആണ്. സി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, സി പറഞ്ഞു കഴിഞ്ഞാൽ 100 ആണ്. ഡി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 500 ആണ്. അങ്ങനെയാണെങ്കിൽ സി ഡി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സി ചെറുതാണ്, ഡി വലുതാണ്. ഡിയുടെ ബാക്കിലാണ് സി വന്നത് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ട്രാക്ഷൻ ചെയ്യണം. അങ്ങനെയാണ് 500 - 100 അതെന്താണ്, 400 ആണ്. ആൻഡ് IX പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ പറഞ്ഞു തന്നു, 9 ആണ് IX പറഞ്ഞു കഴിഞ്ഞാൽ. സോ ആൻസർ എന്തായിരുന്നു, 409 ആയിരുന്നു. ഇതെന്താണ്, 409. അത് കുഴപ്പമുണ്ടോ, കുഴപ്പമില്ല, അത് കറക്റ്റ് തന്നെയാണ്. ആൻഡ് CDXL എന്താണ്, സെയിം പോലെ തന്നെ. CD പറഞ്ഞു കഴിഞ്ഞാൽ അത് 400 ആണ്, എക്സ് എന്താണ് 10 ആണ്, എൽ എന്താടാ എൽ 50 ആണ്. ഇനി ശ്രദ്ധിക്കണം, XL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണത്, 50 - 10 ആണ്. കാരണം ചെറുതാദ്യം വന്നു, അത് കഴിഞ്ഞിട്ടാണ് എന്ത് വന്നത്, വലുത് വന്നത്. അങ്ങനെയാണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് സബ്സ്ട്രാക്ട് ചെയ്യണം. സോ അതെന്താണ്, CD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 400 ആണ്. സി 400 മൈനസ് അല്ല 500 - 100 പിന്നെന്താണ് വന്നത്, പ്ലസ് XL പറഞ്ഞു കഴിഞ്ഞാൽ എൽ എന്തായിരുന്നു, എൽ പറഞ്ഞാൽ 50 ആണ്, എക്സ് പറഞ്ഞാൽ 10 ആണ്. ഇനിയാണെങ്കിൽ 50 - 10 എന്ന് പറയാം. ആൻഡ് ടോട്ടൽ എന്താ കിട്ടുന്നത്, 440. സോ നമ്മുടെ മീനിങ് ഫുൾ അല്ലാത്ത ആക്ച്വലി എന്തായിരുന്നു, അത് വി എക്സ് ആയിരുന്നു. കാരണം 5 കിട്ടാൻ വി എന്ന് മാത്രം പറഞ്ഞാൽ മതിയടാ, ഈസി ക്വസ്റ്റ്യൻ ആയില്ലായിരുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ ബൈ വാട്ട് നമ്പർ ഷുഡ് 10 2/3 ബി ഡിവൈഡഡ് ടു ഒബ്റ്റെയിൻ 20? 20 കിട്ടാൻ
10 2/3 ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഈസി അല്ലേ? ആൻഡ് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാകും, കാരണം നമ്മുടെ മിക്സ്ഡ് ഫ്രാക്ഷൻ തന്നിട്ടുള്ളത്. മിക്സ്ഡ് ഫ്രാക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഉടനടി നമ്മുടെ നോർമൽ ഫ്രാക്ഷനിലോട്ട് ഓർഡിനറി ഫ്രാക്ഷനിലോട്ട് മാറ്റിക്കളയണം. സോ 10 2/3 എങ്ങനെയാണ് മാറ്റുന്നത്? ഡിനോമിനേറ്ററിനെ കൊണ്ട് സൈഡിൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റർ കാണിച്ചു തരാം. സോ 10 ഇൻറ്റു ഈ മുകളിലെ നമ്പർ ഉണ്ടല്ലോ, സോ താഴെ ഡിനോമിനേറ്റർ ഉണ്ടല്ലോ, മുകളിലെ നമ്പർ ന്യൂമറേറ്റർ, താഴെ നമ്പർ ഡിനോമിനേറ്റർ അറിയാം എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ 3 ഇൻറ്റു 10 അല്ലെങ്കിൽ 10 ഇൻറ്റു 3, 3 ഇൻറ്റു 10 അല്ലെങ്കിൽ 10 ഇൻറ്റു 3, 10 ഇൻറ്റു 3 പ്ലസ് ന്യൂമറേറ്റർ 2 ആണ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ. ആൻസർ എന്താ കിട്ടിയത്? 10 ഇൻറ്റു 3 30 ആണ്, 30 പ്ലസ് 2 32 ആണ്. അങ്ങനെയാണെങ്കിൽ 32 ഡിവൈഡ് ബൈ 3 എന്ന് എഴുതി. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഇനി ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? 10 2/3 അഥവാ 32/3 ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 20 കിട്ടുന്നത്? സോ എഴുതി നോക്കാം. 32 ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ ഏതോ ഒരു നമ്പർ ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് വിളിച്ചു ഈസ് ഈക്വൽ ടു എന്താണ്? 20. സോ ഈ ഏതോ ഒരു നമ്പർ ക്വസ്റ്റ്യൻ മാർക്ക് ആക്ച്വലി എന്താണ്? ഒരു നമ്പർ ആണ്. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടേ? കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നതിന് പകരം അതിനെ ഞാൻ പേര് മാറ്റി വിളിച്ചോട്ടറാ. എന്താക്കുന്നു? എക്സ് എന്നാക്കുന്നു. സോ 32 ഡിവൈഡഡ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു 20. ഇനി എക്സ് കിട്ടണമെങ്കിൽ എക്സ് എന്ത് ചെയ്യണം? റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഡിവിഷൻ ആണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകും, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അത് ഡിവിഷൻ ആകും. സോ നിങ്ങൾ എന്ത് ചെയ്യും? 32/3 ഇവിടെ കീപ്പ് ചെയ്യും. ആൻഡ് 20 എന്ത് ചെയ്യും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. 20 അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, ഇങ്ങോട്ട് എത്തുമ്പോൾ ഉണ്ടാവും ഡിവിഷൻ ആകും. ആൻഡ് എക്സ് ഇവിടെ ഡിവിഷൻ ആണ്, അങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകും. സോ നോക്കാം. 32 ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ 20 ഈസ് ഈക്വൽ ടു എക്സ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക് അതല്ലെങ്കിൽ എക്സ് എന്താണ്, ആൻസർ എന്താണ് കിട്ടും. സോ 32 ഡിവൈഡ് ബൈ 3 ഡിവൈഡഡ് ബൈ 20 ഇങ്ങനല്ലേ? 32 ഡിവൈഡ് ബൈ 3 ഹോൾ ഡിവൈഡഡ് ബൈ 20. 20ക്ക് പകരം 20/1 എഴുതുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് ആണ്. കൃത്യമായിട്ട് മനസ്സിലായില്ലടാ? കൃത്യമായിട്ട് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? സോ എന്ത് ചെയ്യാം? 32 ഡിവൈഡ് ബൈ 3 ഡിവൈഡഡ് ബൈ 20. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? 20/1 നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങോട്ട്? 32/3 സോ ഡിനോമിനേറ്ററിനകത്ത് വീണ്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആക്ച്വലി എങ്ങനെ ചെയ്യേണ്ടത്? അത് ട്വിസ്റ്റ് ചെയ്തിട്ട് റെസിപ്രോക്കൽ എടുത്തിട്ട് 20/1 1/20 ആക്കിയിട്ട് എന്ത് ചെയ്യണം? 32/3 മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇവിടെ മുകളിൽ എഴുതിയാൽ കാണുമോ? യെസ്, ഓക്കെ. സോ 32 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു ഞാൻ പറഞ്ഞു തിരിച്ചിടണം. 20/1 എന്താക്കണം? 1/20 ആക്കണം. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങളുടെ ആൻസർ എക്സ് എന്താന്ന് കിട്ടും. ഞാൻ എന്ത് ചെയ്യാം? കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ വെട്ടി നോക്കാം. സോ 32/20 ഞാൻ എന്ത് ചെയ്തു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 32 എന്താകും? 16 ആകും. 20 എന്താകും? 10 ആകും. വീണ്ടും ഒരു തവണയും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 16 ആക്ച്വലി എന്തായി മാറും? 8 ആയി മാറും. ആൻഡ് 10 എന്തായി മാറും? 5 ആയി മാറും. സോ ഇത് രണ്ടും വെട്ടിക്കളഞ്ഞാൽ ഇവിടെ എനിക്ക് എന്താ? 5 എന്ന് എഴുതാം. ആൻഡ് ഇവിടെ 8 എന്ന് എഴുതാം. ആൻഡ് ഫൈനൽ ആൻസർ എന്ത് വരും? ഫൈനൽ ആൻസർ 8 ഡിവൈഡഡ് ബൈ 15 ഈസ് ഈക്വൽ ടു എക്സ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് കണ്ടുപിടിക്കേണ്ട നമ്പർ. 10 2/3 ഏതോ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത സമയത്ത് 20 ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഏതോ ഒരു നമ്പർ എന്താണ്? 8/15 ആണ്. ആൻസർ എന്താ? ഓപ്ഷൻ ഡി ആണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി. വലിയ കോൺസെപ്റ്റ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഡിവിഷൻ വരുന്ന സമയത്ത് ഒന്നുകൂടെ പറഞ്ഞുതരാം, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 32 ഡിവൈഡ് ബൈ 3 ഹോൾ ഡിവൈഡഡ് ബൈ 20/1 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 32/3 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുക. എന്തുകൊണ്ട്? 20/1 ആണെങ്കിൽ 1/20 ആക്കുക. നേരെ തിരിക്കുക. അത്ര ഈസിയാണ്. ഐഡിയൽ ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ തിരിച്ചിട്ട് അതിനെന്ത് പറയും? റെസിപ്രോക്കൽ എന്ന് പറയും. ആൻഡ് അതിനെന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവിഷൻ, ഫ്രാക്ഷൻ ഡിവിഷൻ ചെയ്യുന്നത്. സോ കൃത്യമായിട്ട് മനസ്സിലാക്കി കരുതുന്നു. ഇങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രൊഡസസർ ഓഫ് -175 ഈസ്. പ്രൊഡസസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് ബാക്കിലുള്ള നമ്പർ ഏതാണെന്നാണ്, തൊട്ട് പെന്നിലുള്ള നമ്പർ ഏതാണെന്നാണ്. സോ നമ്മൾ നമ്പർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ 0 ആണെന്ന് കരുതുക. ആൻഡ് 0ന്റെ ബാക്കിലാണല്ലോ -175. കാരണം എന്താ? നെഗറ്റീവ് ആണ്. ഇങ്ങനെയാണ് എന്താ? ലെഫ്റ്റ് സൈഡിലാണ്. സോ ഞാൻ ഇവിടെ എവിടെയോ -175 ഉണ്ട്. -175 0ന്റെ ലെഫ്റ്റ് സൈഡിൽ എവിടെയോ ഉണ്ട്. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രൊഡസസർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അടുത്ത് വരുന്ന നമ്പർ ഏതായിരിക്കും? വിച്ച് മീൻസ് അതിന്റെ തൊട്ട് പിറകിലുള്ള നമ്പർ ഏതായിരിക്കും? അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റിലോട്ട് ഇനിയും നീട്ടി വരച്ചു കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നിങ്ങൾക്ക് അറിയാം, ബാക്കോട്ട് പോകുന്തോറും
വാല്യൂ എന്തായിരിക്കും കൂടിക്കൂടി വരും, ബട്ട് സിമ്പിൾ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. സോ ഇങ്ങോട്ട് പോകുമ്പോൾ -176 ആവും. കാരണം എന്താ 0 എന്താകും 1 ആകും, പക്ഷെ എന്താ -1 പിന്നെ -2 പിന്നെ എന്താ -3 അങ്ങനെ 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 പോയിട്ട് -175 പിന്നെ -176 -177 അങ്ങനെ അങ്ങനെ പോകും. അങ്ങനെയാണെങ്കിൽ പ്രൊഡസസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ആക്ച്വലി ചെയ്യേണ്ടത്, തന്നിട്ടുള്ള നമ്പർ എന്ത് ചെയ്യാം 1 മൈനസ് ചെയ്യാം. സോ ആൻസർ എന്താ -175 -1 which is equal to -176. ഓപ്ഷൻ ഉണ്ടോ നോക്കാം. -174 ഇല്ല, അതെന്താണ്, അത് സക്സസർ ആണ്. ആക്ച്വലി തന്നിട്ടുള്ള നമ്പറിനോട്ട് 1 ആഡ് ചെയ്താൽ എന്താ കിട്ടുന്നത്, അതാണ് സക്സസർ. അങ്ങനെയാണെങ്കിൽ -175 സക്സസർ എന്താ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം, -175 + 1. അങ്ങനെയാണെങ്കിൽ എന്താണ് -174 which means റൈറ്റ് സൈഡിലോട്ട് നിങ്ങൾ ജമ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പ്രൊഡസസർ എന്താണ് ലെഫ്റ്റ് സൈഡിലോട്ട് ജമ്പ് ചെയ്യണം. കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. -174 അല്ല, -176 ആണോ? യെസ്, -176 ആണ്. ഓപ്ഷൻ സി -117 ആണ് പറയുന്നു. അതൊന്നും മൈൻഡ് ആക്കാൻ ചെയ്യണ്ട. ആൻഡ് നൺ ഓഫ് ദീസ് ആണോ? അല്ല. ആൻസർ കിട്ടിയോ? കിട്ടി. ഓപ്ഷൻ ബി ആണല്ലോ -176. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ഹിന്ദു അറബിക് ന്യൂമറൽ ഫോർ MMDCLIX നമ്മുടെ റോമൻ ലെറ്ററിനകത്തുള്ള നമ്പർ വന്നിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നോർമൽ നമ്പറിലോട്ട് ഹിന്ദു അറബിക് ന്യൂമറൽ നമ്പറിലോട്ട് മാറ്റണം. ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പഠിപ്പിച്ച് തന്നു. എന്താണ്, I പറഞ്ഞാൽ 1 ആണ്, B പറഞ്ഞാൽ 5 ആണ്, X പറഞ്ഞാൽ 10 ആണ്, L പറഞ്ഞാൽ 50, C 100, D 500, M എന്ന് പറഞ്ഞാൽ 1000 ആണ്. നോക്കാം. ആൻഡ് നമ്പേഴ്സ് വന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്യണം എന്നറിയാം. ആൻഡ് വലിയ നമ്പറിന് ശേഷം ചെറിയ നമ്പർ വരികയാണെങ്കിൽ അഡീഷൻ ആണ്, ചെറിയ നമ്പർ വന്നിട്ട് വലിയ നമ്പർ വരികയാണെങ്കിൽ സബ്സ്ട്രാക്ഷൻ ആണ്. എല്ലാം പറഞ്ഞു തന്നാണ്, എളുപ്പമാടാ. നോക്കാം. MM എന്താ, M 100 ആണ്, സോറി 1000 ആണ്. പ്ലസ് അടുത്ത M എന്താ 1000 പ്ലസ് D എന്താ 500, C എന്താ 100, L എന്താ കാണുന്നോ? യെസ്, L എന്താ 50. IX വന്നു. ഞാൻ പറഞ്ഞു തന്നാണ് 9ന് നമ്മൾ എങ്ങനെ എഴുതുന്നത് IX. കാരണം എന്താ 10ൽ നിന്ന് 1 കുറയ്ക്കണം, അതാണ് IX. വലിയ നമ്പറിന്റെ ബാക്കിലാണ് ചെറിയ നമ്പർ വന്നത്. I ചെറുതാണ്, I എന്താണ് 1 ആണ്, X എന്താണ് 10 ആണ്. അങ്ങനെയാണെങ്കിൽ ചെറുത് വലുത് വന്നു കഴിഞ്ഞാൽ സബ്സ്ട്രാക്ഷൻ ആണ്. 10ൽ നിന്ന് 1 കുറച്ചാൽ 9 ആണ്. നമ്മുടെ എന്ത് ചെയ്യണം, അടുത്ത നമ്പർ എന്തായിരിക്കും ആഡ് ചെയ്യേണ്ടത്, 9 ആണ്. സോ ആഡ് നോക്കാം. 1000 + 1000 2000, 2000 + 500 2500, 2500 + 100 2600, അടുത്തത് 50 2650 ആൻഡ് 2650 ആൻഡ് അടുത്തത് ഞാൻ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2659. ആൻസർ ഉണ്ടോ നോക്കാം. 1568 ആണോ? അല്ല. 2558 ആണോ? അല്ല. ഓപ്ഷൻ സി എന്താണ് 2659 ആണ്. ഇങ്ങനെയാണെങ്കിൽ ആൻസർ എന്താ, ഓപ്ഷൻ സി ആണ്. എളുപ്പാടാ, ഒന്നുമില്ല, എളുപ്പാണ്. അടുത്തത് ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണേ. ദ പ്രോഡക്റ്റ് ഓഫ് 2 ഗിവൺ നമ്പേഴ്സ്, രണ്ട് ഗിവൺ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് വിച്ച് മീൻസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് എന്ത് കിട്ടി, 686 കിട്ടി. ഈസിയാണ്. ബോത്ത് ഓഫ് ദം ആർ ഡിവിസിബിൾ ബൈ 7, രണ്ടും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ബട്ട് നൈദർ ഓഫ് ദം ഈസ് 7, രണ്ടും 7 അല്ല. നൈദർ ഓഫ് ദം എന്ന് പറഞ്ഞാൽ രണ്ടും 7 അല്ല. ഓക്കെ, ദ ലാർജർ ഓഫ് ദ 2 നമ്പേഴ്സ് ഈസ്, അങ്ങനെയാണെങ്കിൽ അതിനകത്തുള്ള ലാർജർ നമ്പർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, ഞാൻ ഒരു നമ്പർ രണ്ടും അറിയില്ലല്ലോ, രണ്ട് നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് ഏതാണ് വലുത് എന്ന് പറയണം, അതാണ് ക്വസ്റ്റ്യൻ. സോ ഒരു നമ്പർ ഞാൻ അമ്മു, ഒരു നമ്പറിനെ അപ്പു എന്ന് വിളിച്ചു. എന്തേ കുഴപ്പമുണ്ടോ? അമ്മു അപ്പു എന്നാണ് വിളിക്കണ്ടേ? അല്ലല്ലോ, XY എന്ന് വിളിച്ചാൽ പോരെ. രണ്ട് നമ്പർ എനിക്ക് അറിയില്ല, അവരെ ഞാൻ പേര് മാറ്റി വിളിക്കുന്നു, അമ്മു അപ്പു എന്ന്. ഓക്കെ, അറിയാത്ത രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അമ്മു ഇൻറ്റു അപ്പു ചെയ്തപ്പോൾ 686 കിട്ടി. ഇനി അമ്മു അപ്പു വേണ്ട, XY എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അറിയാത്ത രണ്ട് നമ്പേഴ്സിനെ XY എന്ന് വിളിച്ചു. സോ ദ അൺനോൺ നമ്പേഴ്സ് X പിന്നെ Y, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ X × Y ഈസ് ഈക്വൽ ടു 686 ആണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നു. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കണം, എക്സും വൈയും എന്താണ്, ഡിവിസിബിൾ ബൈ 7 ആണ്. ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തന്നാൽ നിങ്ങൾ മനസ്സിലാക്കണേ. 14 ഡിവിസിബിൾ ബൈ 7 ആണോ? ഡിവിസിബിൾ ബൈ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈൻഡർ 0 വരണം. അങ്ങനെയാണെങ്കിൽ എന്താണ്, നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 0 വരികയാണെങ്കിൽ അത് ഡിവിസിബിൾ ആണ്. സോ 14നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഴുതിയാൽ കാണുമോ? ഓക്കെ, സോ 14 ഡിവൈഡഡ് ബൈ 7 എന്താ 2, 14 - 14 0. റിമൈൻഡർ 0 അല്ല വന്നത്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണേ 14 വന്നു ആൻഡ് ഞാൻ കണ്ടുപിടിച്ചു കോഷ്യന്റ് 2 ആണ്, ഡിവിസർ 7 ആണ് ആൻഡ് റിമൈൻഡർ 0 വന്നു. വിച്ച് മീൻസ് 14 എന്താണ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ എനിക്ക് 14നെ ഇങ്ങനെ എഴുതിക്കൂടെ, 14 ഈസ് ഈക്വൽ ടു 7 × 2 + 0. ഞാൻ എങ്ങനെ എഴുതിയത്, 14 നമ്മുടെ നമ്പർ,
7 എന്താ ഡിവിസർ, 2 എന്താ കോഷ്യൻ ആൻഡ് പ്ലസ് റിമൈൻഡർ. സോ എനിക്ക് ഏതൊരു നമ്പറിനെയും അത് റിമൈൻഡർ എന്താണ് ഏതൊരു നമ്പറിനെയും എനിക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്താ 14 ഈസ് ഈക്വൽ ടു 7 into 2 plus 0. ഇൻ കേസ് 35 എന്ന് വിചാരിച്ചു, 35 ഇവിടെ കാണിക്കാം. 35 ഡിവൈഡ് ബൈ 7 എന്താ 5 ആണ്. ഞാൻ ചെയ്ത് നോക്കുന്നില്ല, ആൻസർ ഇങ്ങനെ വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്ത് നോക്കാം. സോ 35നെ ഞാൻ ഇങ്ങനെ എഴുതാം. 35 ഈസ് ഈക്വൽ ടു 7 into 5 പ്ലസ് റിമൈൻഡർ. റിമൈൻഡർ എന്താ 0 ആണ്, 7 എന്താ ഡിവിസർ ആണ്, 5 എന്താ കോഷ്യൻ ആണ്. സോ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്പേഴ്സിനെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. സാറിനോട് ഇപ്പോൾ ചോദിക്കും, സാർ എന്തിനാ എത്രയും കോംപ്ലക്സ് ആക്കുന്നത്? കോംപ്ലക്സ് ഒന്നും അല്ലടാ, ഇതൊക്കെ ബേസിക് സാധനമാണ്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ട് അറിയാത്ത അമ്മു അപ്പും ഉണ്ടല്ലോ, ഏതൊക്കെ എക്സും വൈയും, അവരെ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തോട്ടെ. എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്തോടെ? എക്സ് അറിയാത്ത നമ്പറാണ്, ഈസ് ഈക്വൽ ടു ഡിവിസർ എന്താണ് നമ്മുടെ എക്സും വൈയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിമൈൻഡർ എന്താണ് 0 ആണ് ആൻഡ് ഡിവിസർ എന്താണ് 7 ആണ്. സോ 7 into 2 ആണ് 14 വന്നത്, 35 5 ആണ്. അങ്ങനെയാണ് എക്സിന് ഏതോ ഒരു നമ്പർ വരും, ആ നമ്പറിനെ ഞാൻ എന്ത് വിളിച്ചു? കെ എന്ന് വിളിച്ചു. കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, ഈസി ആണ്. പ്ലസ് റിമൈൻഡർ എന്താ 0 ആണ്. കാരണം എന്താ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് എക്സ് അതല്ല നമ്മുടെ അൺനോൺ നമ്പേഴ്സ് രണ്ടും ഡിവിസിബിൾ ബൈ 7 ആണ്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ 0 എന്ന് എഴുതി വെച്ചു. സിമിലർലി ഞാൻ എന്ത് എഴുതാൻ പോവാണ്? y ഈസ് ഈക്വൽ ടു 7 ഡിവിസർ ആണ് ഇൻറ്റു കെ എന്ന് എഴുതാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ 14 2 ആണ്, 35 5 ആണ്. വിച്ച് മീൻസ് നമ്പേഴ്സ് മാറുന്നതനുസരിച്ച് കോഷ്യന്റ് മാറും. ഈസിയാണ്, ഒന്നുമില്ല. ഇങ്ങനെയാണെങ്കിൽ 7 ഇൻറ്റു ഏതൊരു നമ്പർ, അടുത്ത നമ്പറിന് ഞാൻ എ വിളിക്കാം. ഓക്കെ, സോ എ പ്ലസ് 0. സോ എക്സിന് ഞാൻ 7k plus 0, വൈനെ ഞാൻ 7a plus 0 എന്ന് വിളിച്ചു. കുഴപ്പമില്ല. ഇങ്ങനെയാണെങ്കിൽ ഈ രണ്ട് നമ്പേഴ്സ് എക്സും വൈയും മൾട്ടിപ്ലൈ ചെയ്താൽ 686 കിട്ടുമോ? കിട്ടും. ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ എക്സിന് പകരം ഞാൻ എന്ത് എഴുതാൻ പോവാ? 7k എന്ന് എഴുതാൻ പോവാണേ. 7k ഓക്കെ, പ്ലസ് 0 പോട്ടെ, അപ്പൊ 7k. സിമിലർലി വൈന് ഞാൻ 7a എന്ന് എഴുതാൻ പോവാണേ, 686. ഇങ്ങനെയാണെങ്കിൽ 7 into 7 എന്താ 49. ബാക്കി എന്തൊക്കെയുണ്ട്? ak അല്ലെങ്കിൽ k ഈക്വൽ ടു 686. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ak is equal to 686 divided by 49. അതെന്താ? അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. അത് 14 ആണ്. ഒരു കാര്യം മനസ്സിലായോ? എന്താണ് ak പറഞ്ഞു കഴിഞ്ഞാൽ 14 ആണ് എന്ന് കിട്ടി. ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ k ഉണ്ട്, ഇവിടുത്തെ a ഉണ്ട്. ആ രണ്ട് കോഷ്യന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 14 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, 14 കിട്ടാനേ എന്തൊക്കെ മാർഗമുണ്ട്? രണ്ട് നമ്പേഴ്സ് ഉണ്ട്, രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 14 ആണ്. അങ്ങനെ എന്തൊക്കെ മാർഗമുണ്ട്? ഇങ്ങനെ എഴുതി കൂടെ? എങ്ങനെ? 14 into 1 ഇങ്ങനെ എഴുതാം. 14 into 1 എഴുതാം. രണ്ട് നമ്പേഴ്സ് ഉണ്ട്, രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 14 തന്നെ ആൻസർ വരുന്നുണ്ട്. അതല്ലേ ഇങ്ങനെ എഴുതി കൂടെ? 14 is equal to 7 into 2. ഇങ്ങനെയും എഴുതാം. അങ്ങനെയാണെങ്കിൽ എക്ക് എന്ത് വരാം? 14 വരാം ആൻഡ് കെക്ക് എന്ത് വരാം? 1 വരാം. അതല്ലെങ്കിൽ എക്ക് 7 വരാം, കെക്ക് 2 വരാം. ഈസിയാണ്, ഒന്നുമില്ല. സെയിം സാധനം പറഞ്ഞു. നമ്മൾ 14നെ 7 into 2 plus 0 എഴുതും, വിച്ച് മീൻസ് ഡിവിസർ into കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ എഴുതാം. സിമിലർ പാറ്റേൺ നമ്മൾ എക്സിനെയും വൈനെയും എഴുതി. 7 into k പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ k എന്ത് കിട്ടും? കോഷ്യന്റ് കിട്ടും. k മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും വിളിക്കാടോ, കുഴപ്പമില്ല. ഞാൻ ഏതൊരു നമ്പർ എന്ന് പറഞ്ഞു. വൈന് അതുപോലെ തന്നെ 7 into a plus 0 എന്ന് എഴുതി. രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. കാരണം ക്വസ്റ്റ്യൻ 686 ആണ് പറഞ്ഞിട്ടുണ്ട്. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയ സമയത്ത് നമുക്ക് എന്ത് മനസ്സിലായി? രണ്ട് കോഷ്യന്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 14 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സ് കോഷ്യന്റ് ഏതാ നമുക്ക് കണ്ടുപിടിച്ചൂടെ? കാരണം എന്താ? ജസ്റ്റ് ഗസ് ചെയ്തോ. 14 കിട്ടാൻ രണ്ട് നമ്പേഴ്സ് വേണം. ഏതൊക്കെ രണ്ട് നമ്പേഴ്സ്? 14 into 1, അതല്ലെങ്കിൽ എന്താണ് 7 into 2. കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എക്ക് എന്താകാം? 14 ആകാം, അല്ലെങ്കിൽ 7 ആകാം. സിമിലർലി കെക്ക് എന്താകാം? 2 ആകാം, 1 ആകാം. നേരെ തിരിച്ചും വരാം, കുഴപ്പമില്ല. അങ്ങനെയാണേൽ മനസ്സിലാക്കണം ഐദർ ഇങ്ങനെ എഴുതല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 7 അല്ലെങ്കിൽ 14 കേസാണേ. അങ്ങനെയാണെങ്കിൽ കെ ഈസ് ഈക്വൽ ടു ഒരു കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ എന്താകാം? 7 വന്നു കഴിഞ്ഞാൽ അതിന്റെ പെയറായിട്ട് 2 വരും. അതല്ല 14 വന്നു കഴിഞ്ഞാൽ അതിന്റെ പെയറായിട്ട് 1 വരും. അങ്ങനെയാണെങ്കിലാ മനസ്സിലാക്കണം, ഞാൻ എ 7 ആണെന്ന് പറഞ്ഞു, എ 7 ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആക്ച്വൽ നമ്പേഴ്സ് എന്താ? എക്സും വൈയും ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ നമ്പേഴ്സ് പ്രൊഡക്റ്റ് 686 കിട്ടാൻ മൾട്ടിപ്ലൈ ചെയ്യേണ്ട രണ്ട് നമ്പേഴ്സ് അമ്മു അപ്പു അഥവാ എക്സും വൈയും.
അങ്ങനെയാണെങ്കിൽ എക്സും വൈയും കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? കെയും വേണം, എയും വേണം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എ 7 ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ വൈ എന്താണ്? 7 into a ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എക്ക് നമ്മൾ 7 കൊടുത്തു കഴിഞ്ഞാൽ വൈന് എന്ത് വരും? വൈന് എന്ത് വരും? 7 into 7 അഥവാ 49 എന്ന് കിട്ടും. ഓക്കെ, ഇഫ് എ ഈസ് ഈക്വൽ ടു 7 അങ്ങനെയാണെങ്കിൽ y ഈസ് ഈക്വൽ ടു 49. ഒന്നുമില്ല, ഇവിടെ എക്ക് ഈ എ നേരെ ഇവിടെ കൊണ്ട് ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? y കിട്ടും. അങ്ങനെയാണെങ്കിൽ എ 7 ആണെങ്കിൽ സിമിലർലി എനിക്ക് കേക്ക് എന്താ പറ്റും? 2 പറ്റും. കാരണം എന്താ? രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ, അപ്പോൾ 14 കിട്ടേണ്ടത്. സോ എ 7 ആണെങ്കിൽ കെ എന്താവും? 2 ആവും. ഇങ്ങനെയാണെങ്കിൽ ഇഫ് കെ ഈസ് ഈക്വൽ ടു 2 എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് 2 ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? 7 into 2 which is equal to 14. കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ എക്സും വൈയും കിട്ടിയോ? നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ട അമ്മു അപ്പൂനെ കിട്ടിയോ? എക്സും വൈയും കിട്ടി. കാരണം എന്താ? y 14 ആണെന്ന് പറഞ്ഞു, എക്സ് 14 ആണെന്ന് പറഞ്ഞു. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 14 into 49 ചെയ്ത് നോക്കാം. നമ്മുടെ കണ്ടുപിടിക്കേണ്ട എക്സും വൈയും കിട്ടിയോ? 9 into 4 36. 9 into 1 plus 3 12. കാണുന്നില്ല, ഇവിടെ ഇത് കാണിക്കാം. 14 into 49 ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? 686 ആണ് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കണം. 14 into 49 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് 686 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിച്ചോ. ദ പ്രോഡക്റ്റ് ഓഫ് 2 given numbers. ആ 2 given numbers എന്താ? ആക്ച്വലി 14 ഉം 49 ഉം. ക്വസ്റ്റ്യൻ എന്താ വെച്ച്? ദ ലാർജസ്റ്റ് ഓഫ് ദ 2 numbers. അതിനകത്തുള്ള വലിയ നമ്പർ ഏതാ? 14 ഉണ്ട്, 49 ഉണ്ട്. ഏതാ വലുത്? 49. ഈസി ആണ്, കൺഫ്യൂഷൻ അടിക്കണ്ട. ഒന്നുകൂടെ പറഞ്ഞുതരാം. രണ്ട് നമ്പേഴ്സ് ഉണ്ട്, രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 686 ആണെന്ന് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു? രണ്ട് നമ്പേഴ്സിനെ അറിയാത്തതുകൊണ്ട് എക്സും വൈ എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും എന്താണ്? 686 ആണ്. ഇനി ഞാൻ പറഞ്ഞു എനിക്ക് 14നെ 7 into 2 plus 0 which means ഡിവിസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ എന്ന് എഴുതാം. അതേ പാറ്റേണിൽ എക്സിനെയും വൈനെ ഞാൻ എഴുതി. എങ്ങനെയൊക്കെ? 7k plus 0 അല്ലെങ്കിൽ 7a plus 0 എക്സും വൈയും കണ്ടുപിടിച്ചു. ആ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 686 ആണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും ഇവിടെ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് കോഷ്യന്റിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത് 14 ആണ്. വിച്ച് മീൻസ് രണ്ട് കോഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 14 ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, ആ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 14 ആണ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സ് ഏതാ? ഒന്നെങ്കിൽ 14 into 1 അതല്ലെങ്കിൽ 7 into 2 അല്ലെ? ഓക്കെ, അപ്പോഴാണല്ലോ 14 കിട്ടുന്നത്. അപ്പൊ എന്ത് ചെയ്തു? അത് രണ്ടും എഴുതി. അങ്ങനെയാണെങ്കിൽ എക്ക് എന്തൊക്കെ വരാൻ കണ്ടുപിടിച്ചു? 7 അല്ലെങ്കിൽ 14. സിമിലർലി കേക്ക് എന്തൊക്കെ വരാം? 2 അല്ലെങ്കിൽ 1. ആ രണ്ട് കണ്ടീഷൻ വിട്ടു നോക്കി. എ 7 ആണെങ്കിൽ y എന്തായിരിക്കും? 49 ആയിരിക്കും. ഇവിടെ എന്റെ വാല്യൂ ഇട്ട് കൊടുത്തു. ആൻഡ് ഇഫ് എ 7 ആണെങ്കിൽ ഓഫ് കോഴ്സ് എന്താകണം? കെ 2 ആകണം. കാരണം എന്താ? രണ്ട് കോഷ്യന്റ് ആണ് എയും കെയും. എ 7 ആണെങ്കിൽ കെ എന്താകണം? 2 ആകണം. എന്നാലാണ് അതിന്റെ പ്രോഡക്റ്റ് 14 കിട്ടുള്ളൂ. അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. സോ എ 7 ആക്കിയപ്പോൾ കെ 2 ആയി ഓട്ടോമാറ്റിക്കലി വന്നു. അങ്ങനെയാണെങ്കിൽ എക്സിന് എന്ത് കിട്ടും? 14 എന്ന് കിട്ടും. നമ്മൾ രണ്ട് നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നുണ്ട്? 686 കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനകത്തുള്ള വലിയ നമ്പർ എന്താ? 49 ആണ്. ഈസിയാണ്, ഒന്നുമില്ല. ജസ്റ്റ് ഒന്നും കൂടെ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകും. ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ HCFന്റെ ക്വസ്റ്റ്യൻ ആണ്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ ഈസ് ഈക്വൽ ടു 6 power 2 അതല്ലെങ്കിൽ 6 square എന്താ പറഞ്ഞുതരാം. സോ 6 ഈസ് ഈക്വൽ ടു 6 power 1 എന്ന് എഴുതി. 6 പറഞ്ഞാൽ 6 power 1 ആണ്. മനസ്സിലാക്കി തരാം എന്താ 1 എന്ന്. ഒന്നുകൂടെ 6 into 6 പറഞ്ഞു കഴിഞ്ഞാൽ 6 power 2 കിട്ടിയോ? ഒന്നുകൂടെ 6 into 6 into 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 power 3 കിട്ടിയോ? ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. കാരണം എന്താ? ഒരു തവണ 6 വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും? 6ന്റെ മുകളിൽ ഒരു 1 which means 6 power 1. ഇനി 6 into 6 രണ്ട് തവണ 6 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 6 power 2 കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ 6 power 2നെ യൂഷ്വലി നമ്മൾ 6 square എന്ന് പറയും. അടുത്തത് 6 into 6 into 6 3 6 ഉണ്ട്. അപ്പൊ 6ന്റെ മണ്ടയ്ക്ക് ഒരു 3 ഇട്ട് കൊടുക്കും. അപ്പൊ എന്താ ആൻസർ വരുന്നത്? 6 power 3 അതല്ലെങ്കിൽ 6 ക്യൂബ് എന്ന് നമ്മൾ പറയാറുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി 4 6 ഉണ്ടെങ്കിലോ? 6 into 6 into 6 into 6 ഇപ്പൊ എന്താ? 4 6 ഇല്ലേ? അപ്പൊ 6ന്റെ മുകളിൽ ഒരു 4 ഇട്ടേക്കും. കൃത്യല്ലേ? മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ 5 ഉണ്ടെങ്കിൽ 6 power 5 മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, ആൻഡ് അടുത്ത നമ്പർ എന്താ? ഇഫ് എ ഈസ് ഈക്വൽ ടു 6 square 6 square എന്താണെന്ന് മനസ്സിലായി. ഇൻറ്റു 5 ക്യൂബ് 5ന്റെ ക്യൂബ് പറഞ്ഞാൽ 5 power 3 5 power 3 പറഞ്ഞാൽ 5 into 5 into 5 ഈസിയാണ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഒരു നമ്പറാണ് എ. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് HCF ആണ് കണ്ടുപിടിക്കാനുള്ളത്. അടുത്ത എന്താ? ബി അതുപോലെ വന്നിട്ടുണ്ട് 3 square into 5 square. Then the HCF of A and B. A and B being highest common factor എന്താണ്? കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? പ്രൈം ഫാക്ടറൈസേഷൻ. നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ ഫാക്ടറൈസ് ചെയ്ത് വിച്ച് മീൻസ് ചെറുതാക്കി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം? രണ്ടിന്റെ
പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റണം. അതാണ് പ്രൈം ഫാക്ടറൈസേഷൻ. സോ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് 6 സ്ക്വയർ ഇൻറ്റു 5 ക്യൂബ് വന്നിട്ടുണ്ട്. 6 സ്ക്വയർ ഇൻറ്റു 5 ക്യൂബ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ്. ഓക്കെ, അപ്പോൾ 6 സ്ക്വയർ ഇൻറ്റു 5 ക്യൂബ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 6ന് പകരം ഞാൻ എന്ത് ചെയ്തു 6 ഇൻറ്റു 6ന് പകരം 6 സ്ക്വയർ എന്താ 6 ഇൻറ്റു 6 ആണ്. സോ 6ന് പകരം ഞാൻ 2 ഇൻറ്റു 3 ഒരു ഇൻറ്റു കൂടെ 2 ഇൻറ്റു 3 മനസ്സിലായില്ലേ? 6ന് ഞാൻ 2 ഇൻറ്റു 3 എന്ന് എഴുതി. അതിന്റെ അടുത്ത 6നെ 2 ഇൻറ്റു 3 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് 6 സ്ക്വയറിനെ ഇങ്ങനെ എഴുതി കൂടെ, കാരണം ഇവിടെ 2 2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ. ഒന്നുമില്ല, 6 ഇൻറ്റു 6നെ 2 ഇൻറ്റു 3 2 ഇൻറ്റു 3 എന്ന് എഴുതി. 2 2 വന്നപ്പോൾ 2 ഇൻറ്റു 2 2 സ്ക്വയർ. അതുപോലെ 3 ഇൻറ്റു 3 3 സ്ക്വയർ. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ 6 സ്ക്വയറിനെ ഞാൻ 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ എനെ എങ്ങനെ എഴുതാം? എ ഈസ് ഈക്വൽ ടു 6 സ്ക്വയറിനെ മാറ്റി 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ, ബാക്കിയുള്ള 5 ക്യൂബ് എന്ന് എഴുതി. ആൻഡ് ബീന് അതുപോലെ തന്നെ 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ. സാർ 3നെ എന്താ ചെറുതാക്കാത്ത? എടാ 3നെ ചെറുതാക്കാൻ പറ്റൂലടോ, അത്രയല്ലേ മാക്സിമം ചെറുതാക്കാൻ പറ്റുള്ളൂ. പ്രൈം ഫാക്ടറൈസേഷൻ 6നെ 2 പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആക്കി എഴുതി കഴിഞ്ഞു. അതാണ് 2ഉം 3ഉം. 2ഉം 3ഉം പ്രൈം നമ്പേഴ്സ് ആണല്ലോ. അതുപോലെ 3നെ എനിക്ക് ഇനി ചെറുതാക്കേണ്ട കാര്യമില്ല. ഓക്കെ, ആൻഡ് 5നെയും ചെറുതാക്കേണ്ട കാര്യമില്ല. സോ നമ്മൾ മാക്സിമം ചെറുതാക്കി വെച്ചിട്ടുണ്ട്. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എയും ബിയും നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ മോഡൽ എഴുതി കഴിഞ്ഞു. ഇനിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോമൺ ആ വാക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 2 നമ്പർ എന്റെ എന്റെയും ബിന്റെയും ഇടയ്ക്ക് കോമൺ ആയിട്ട് വരുന്ന ഹയസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന വലിയ നമ്പർ. സോ കാണിച്ചു തരാം. എനിക്ക് എ ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 ക്യൂബ് എഴുതിയേ. ബി ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ. 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 ക്യൂബ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമ്പർ കിട്ടൂലേ? ഒരു നമ്പർ കിട്ടും. നമ്പർ കണ്ടുപിടിക്കാനൊന്നും പോവല്ലേ? ആൻഡ് ബി ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമ്പർ കിട്ടൂലേ? നമ്പർ കിട്ടും. അങ്ങനെയാണെങ്കിൽ രണ്ടിനകത്ത് കോമൺ ആയിട്ട് വരുന്ന ഒരു ഫാക്ടർ ഉണ്ടാകും. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ എന്ത് ചെയ്യാം? ഒന്ന് വലുതാക്കിയിട്ട് നോക്കാം. സോ 2 സ്ക്വയറിനെ 2 ഇൻറ്റു 2 എന്ന് എഴുതി. ആൻഡ് 3 സ്ക്വയറിനെ 3 ഇൻറ്റു 3 എന്ന് എഴുതി. ആൻഡ് 5 ക്യൂബിനെ 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് എഴുതി. എനെ നീട്ടി വലുതാക്കി. അങ്ങനെയാണെങ്കിൽ ബിനെ ഞാൻ എന്ത് എഴുതാം? 3 ഇൻറ്റു 3 അതുപോലെ ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് എഴുതാം. ഇനി ശ്രദ്ധിക്കണം, രണ്ടിനകത്തും കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ നോക്കാം. 2 രണ്ടിനകത്തും കോമൺ ആണോ? അല്ല, 2 മുകളിൽ മാത്രമേ ഉള്ളൂ. ആൻഡ് അടുത്ത 2 മുകളിൽ മാത്രമേ ഉള്ളൂ. 3 മുകളിലുണ്ട്, ഇവിടെ ഉണ്ട്. ആൻഡ് 5 ഇവിടെ ഉണ്ട്. 5 ഇവിടെ ഉണ്ട്. അതിന് അടുത്ത 5 ഉണ്ട് മുകളിൽ. എക്ക് അടുത്ത 5 ഉണ്ട്. അത് താഴെ ഉണ്ടോ? കോമൺ അല്ല. അങ്ങനെയാണ് കോമൺ ആയിട്ട് നമ്പേഴ്സ് എന്തൊക്കെയുണ്ടാ? 3 പിന്നൊരു 3 പിന്നൊരു 5 പിന്നൊരു 5. ഇതല്ലേ രണ്ടിനും കോമൺ ആയിട്ടുള്ള നമ്പർ. എന്താ? 3ഉം 3ഉം 5ഉം 5ഉം. ഇതെന്താണ്? 3 സ്ക്വയർ അല്ലേ? 3 ഇൻറ്റു 3നെ 3 മണ്ടക്ക് ഒരു 2 വിച്ച് മീൻസ് 3 പവർ 2 അതല്ലെങ്കിൽ 3 സ്ക്വയർ ഇൻറ്റു 5 ഇൻറ്റു 5 5ന്റെ മണ്ടക്ക് ഒരു 2 വന്നു, കാരണം 2 5 വന്നു. സോ 5 പവർ 2 അതല്ലെങ്കിൽ 5 സ്ക്വയർ കണ്ടുപിടിച്ചു. അത് 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താ? 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ. കിട്ടിയോ? കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ കണ്ടുപിടിക്കണം. സിമ്പിൾ ആണ്. ആൻഡ് ഇത് റോമൻ ആണ് എന്ന് മനസ്സിലാക്കുക. റോമൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഡിഫറൻസ് ഓഫ് 485 ആൻഡ് 107 നോക്കാം. 485 മൈനസ് 107 സബ്സ്ട്രാക്ട് ചെയ്ത് നോക്ക്. എന്റെ കാർഡ് സ്പീഡിൽ നിങ്ങളുടെ ചെയ്യണം കേട്ടോ. സോ 15 മൈനസ് 7 15 എങ്ങനെ വന്ന്? ഓക്കെ, അവിടെ നിന്ന് 1 എടുത്തേ. സോ 15 മൈനസ് 7 എന്താണ്? 8 അല്ലേ? ഓക്കെ. ആൻഡ് 7 മൈനസ് 0 7. അടുത്തത് 4 മൈനസ് 1 എന്താണ്? 3. 378 അല്ലേ? 378 അല്ലേ? യെസ്, 378 ആണ്. 400 നിന്ന് 100 പോയി കഴിഞ്ഞാൽ ഓക്കെ 385. ആൻഡ് 385 നിന്ന് ഒരു 10 പോയി കഴിഞ്ഞാൽ 375 ആൻഡ് പ്ലസ് 373. ഓക്കെ, 378. ഈ എങ്ങനെയാണെങ്കിൽ ഡിഫറൻസിനെ ഈ 378നെ നമ്മൾ എന്ത് ചെയ്യണം? റോമൻ ലെറ്റേഴ്സിൽ എഴുതി നോക്കണം. സോ ഞാൻ പറഞ്ഞു 100 കിട്ടാൻ സി. അങ്ങനെയാണെങ്കിൽ 300 അല്ലേ? 300 പ്ലസ് 78 അല്ലേ? 378 ഈസ് ഈക്വൽ ടു 300 പ്ലസ് 78. നിങ്ങൾ ഇങ്ങനെ വേണം ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഇങ്ങനത്തെ 300 ആദ്യം കണ്ടുപിടിക്കാം. 78 കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കും. സോ 300 കിട്ടാൻ എന്ത് ചെയ്യണം? 100 പ്ലസ് 100 പ്ലസ് 100 എന്ന് എഴുതി കൂടെ. 100 പ്ലസ് 100 പ്ലസ് 100 എന്ന് എഴുതി കൂടെ. ഇതാ കണ്ടോ? സോ സി എന്താ? 100 ആണ്. സോ 3 സി എഴുതി കഴിഞ്ഞാൽ 3 സി എന്നിട്ട് കഴിഞ്ഞാൽ എന്താണ്? 300 ആയി. കാരണം എന്താ? റിപ്പീറ്റേഷൻ വന്ന അഡീഷൻ ആണ്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതാം സി. കാരണം 100 പ്ലസ് 100 പ്ലസ് 100.
സോ 300 എത്തിയേ. ഇനി 78 എത്തണം. 78ന് ഞാൻ 50 പ്ലസ് 28 എഴുതി. കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമുണ്ടാകാൻ പാടില്ല. 78ന് ഞാൻ 50 പ്ലസ് 28 എഴുതി. ഇങ്ങനെയാണെങ്കിൽ 50 കിട്ടാൻ എന്ത് വേണം? 50 കിട്ടാൻ L വേണം. L എന്താ? 50 ആണ്. ഞാൻ പറഞ്ഞെന്നാണ്. വീണ്ടും ഇത് കൃത്യമായിട്ട് പഠിക്കണം. ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേ പറ്റൂ. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു? 78നെ L എഴുതി. ബാക്കി എന്തുണ്ട്? 28 ഉണ്ട്. 50ക്ക് പകരം L എഴുതി. 28 ഉണ്ട്. 28 കിട്ടാൻ എന്ത് ചെയ്യാം? 20 പ്ലസ് 8 ആണല്ലോ. 20 പ്ലസ് 8 ആണല്ലോ. ഇങ്ങനെയാണെങ്കിൽ x എന്ന് ഇട്ട് കഴിഞ്ഞാൽ 20 ആയില്ലേ? സോ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം. 28 ഈസ് ഈക്വൽ ടു 20 പ്ലസ് 8 ആണ്. അതല്ലെങ്കിൽ 10 പ്ലസ് 8 ആണ്. ഇങ്ങനെയാണെങ്കിൽ എക്സും പറഞ്ഞു കഴിഞ്ഞാൽ 10 പ്ലസ് 10 അഥവാ 20 പ്ലസ് ഒരു 8 കൂടെ ഉണ്ട്. 8നെ എങ്ങനെ എഴുതാം? 5 1 1 1 അതല്ലെങ്കിൽ 5 എന്നിട്ട് കഴിഞ്ഞാൽ എന്താണ്? 8 ആണ്. കാരണം 3 തവണ വരെ മാക്സിമം റെപ്പറ്റീഷൻ പറ്റുമെന്ന് പഠിച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്തിട്ടുണ്ട്? എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് 8 എഴുതുന്നത്. നിങ്ങൾ ഓൾറെഡി അറിയുന്നുണ്ടാവും. നിങ്ങളുടെ പല സ്കൂളുകളിനകത്തും റോമൻ ലെറ്റേഴ്സിനകത്ത് ക്ലാസ് നമ്പേഴ്സ് എഴുതാതെ കണ്ടിട്ടുണ്ട്. സോ 8 V11 ആണ്. എല്ലാം കൂടെ എന്ത് ചെയ്യാം? കൂട്ടി യോജിപ്പിക്കാം. സോ എന്ത് ചെയ്തു? 3C അടുത്തത് ഒരു L, പിന്നെ 2x, ബാക്കി VI. ഇതേത് ഓപ്ഷൻ? C LX VI. ഓപ്ഷൻ എന്താ? ഡി. കിട്ടിയോ? ഈസി ആണ്. ഇങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ബൈ ഹൗ മച്ച് ഡസ് -2 exceeds -9? -2 -9 എത്ര കൂടുതലാണ്? ഓക്കെ, -9 എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് -2 കിട്ടുന്ന ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യാം? ഒരു നമ്പർ ലൈൻ വരയ്ക്കാം. ആൻഡ് ഇവിടെ എന്തുണ്ടാ? 0 ഉണ്ട്. ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ -1 -2 -3 ഇവിടെ ഇതല്ലേ. ഒന്നുകൂടെ, ഇവിടെ 0, ഇവിടെ -1, ഇവിടെ -2, ഇവിടെ -3, ഇവിടെ -4, -5 ആൻഡ് -6 -7 -8 -9 എഴുതിയേ. അങ്ങനെയാണെങ്കിൽ 9ൽ നിന്ന് -2 എത്താൻ എത്ര ആഡ് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ജമ്പ് അടിച്ച് നോക്കാം. സോ ഫസ്റ്റ് ജമ്പ് -8 അടുത്ത ജമ്പ് -7 -6 -5 -4 -3 -2 എത്ര ഉണ്ട്? 1 2 3 4 5 6 7 എത്ര ഉണ്ട്? എത്ര ജമ്പ് ഉണ്ട്? 7. അങ്ങനെയാണെങ്കിൽ -9 7 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 7 ജമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ -2 എത്തും. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താ? ആക്ച്വലി -7 ആണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇവിടെ -2നും -9 പകരം -100 +100 പറഞ്ഞ് നിങ്ങൾ നമ്പർ ലൈൻസ് വരച്ചു നോക്കിയിട്ട് ഇങ്ങനെ ചാടും. 1 2 3 പറ്റോ? പറ്റൂല. അങ്ങനെയാണ് ഇതിലെ ട്രിക്ക് എന്താ? ആക്ച്വലി നിങ്ങൾ ചെയ്യേണ്ടത് വലിയ നമ്പർ മൈനസ് ചെറിയ നമ്പർ, ഇതാണ് ട്രിക്ക്. സോ എന്ത് ചെയ്യണം? -2 വലിയ നമ്പർ, കാരണം -2 ഉണ്ട് -7 ഉണ്ട്. വലിയ നമ്പർ എന്താ? ഇവിടെ വലിയ നമ്പർ. അങ്ങോട്ട് പോകുന്നതോറും നെഗറ്റീവ് കൂടല്ലേ? അങ്ങനെ എന്താ? അത് ചെറിയ നമ്പർ ആണ്, ലെഫ്റ്റിലോട്ട് പോകും തോറും. സോ ചെറിയ നമ്പർ എന്താ? മൈനസ് വലിയ നമ്പർ മൈനസ് വലിയ നമ്പർ -2. ഇങ്ങനെയാണെങ്കിൽ അടുത്തത് ചെറിയ നമ്പർ എന്താ? -9. ഇങ്ങനെയാണ് ആക്ച്വലി എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഹൗ മച്ച് എക്സീഡ് ട്ടോ. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ -2 മൈനസ് വന്നു കഴിഞ്ഞാൽ പ്ലസ് ആവും. അത് പഠിക്കണം. ആൻഡ് ഇങ്ങനെ വന്നു. ഇങ്ങനെയാണെങ്കിൽ -2 + 9 ഞാൻ 9 - 2 എന്ന് എഴുതി. ആൻസർ എന്താ? 7. സോ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. വലിയ നമ്പർ മൈനസ് ചെറിയ നമ്പർ, ഇത് മാത്രം ഓർത്തിരുന്നാൽ മതിയാവും. അങ്ങനെയാണെങ്കിൽ എത്ര ജമ്പ് അല്ലെങ്കിൽ എത്ര നമ്പർ കൊണ്ടാണ് എക്സീഡ് ആയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്തു? ആൻസർ പറഞ്ഞു. ആൻഡ് നമ്മൾ നേരത്തെ -7 എന്ന് പറഞ്ഞു. -7 ഒന്നുമല്ല, ഇറ്റ്സ് ആക്ച്വലി 7. ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ആൻഡ് ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ സെഷനകത്ത്. ഹൗ മച്ച് ഡസ് -1 exceeds -5? എന്താണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്? വലിയ നമ്പർ മൈനസ് ചെറിയ നമ്പർ. ഇവിടെ -1 ഉണ്ട്, -5 ഉണ്ട്. -1 ഇവിടെ ആണെങ്കിൽ -5 എവിടെ ആയിരിക്കും? ലെഫ്റ്റിലോട്ട് പോകണം. ആൻഡ് അത് ഇവിടെ ആയിരിക്കും. നിങ്ങളുടെ ലെഫ്റ്റ് റൈറ്റ് മാറിക്കഴിഞ്ഞോ? ഓക്കെ, -1 ആൻഡ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് ആണോ? ഓക്കെ, ഞാൻ ഇവിടെ വരച്ച് കാണിച്ചിടാം. സോ ഇവിടെ -1 ആൻഡ് ബാക്കോട്ട് പോയി കഴിഞ്ഞാലല്ലേ -5 വരുന്നത്. വിച്ച് മീൻസ് അതെന്താണ്? കുറഞ്ഞോണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ -1 ആണ് വലുത്, -5 ആണ് എന്ത്? ചെറുത്. വലുത് മൈനസ് ചെറുത്, വിച്ച് മീൻസ് -1 മൈനസ് ചെറിയ നമ്പർ എന്താ? -5. ആൻസർ എന്താ? ഞാൻ പറഞ്ഞു മൈനസ് വന്നു കഴിഞ്ഞാൽ പ്ലസ് ആവും. സോ പ്ലസ് ടു 5 ഈസ് ഈക്വൽ ടു, തിരിച്ചു എഴുതുകയാണ് 5 - 1 ഈസ് ഈക്വൽ ടു 4. ആൻസർ എന്താ? 4. കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇതോടെ ഈ സെഷൻ ഇവിടെ കഴിയാൻ പോവാണ്.
നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് അല്ലെങ്കിൽ ടോപ്പിക്കിനകത്ത് വരാൻ ചാൻസ് ഉള്ള എല്ലാ ടോപ്പിക്കും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. റോമൻ ന്യൂമറൽസ് പഠിപ്പിച്ചു തന്നു, അതുപോലെ എങ്ങനെയാണ് എക്സീഡ് ജമ്പിങ് പഠിപ്പിച്ചു തന്നു, അതുപോലെ തന്നെ റിമൈനിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു നമ്മള്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആൻഡ് ഈ ക്വസ്റ്റിനകത്ത് കുറച്ച് കൺഫ്യൂഷൻസ് കയറാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ വീണ്ടും ഒരു തവണ കൂടെ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ പറയാനുള്ളത് ഇതുപോലെ പ്രൊഡസസർ എന്താ സക്സസർ എന്താന്ന് മനസ്സിലാക്കണം. സക്സസർ എന്താന്ന് മനസ്സിലാക്കണം. ഓക്കെ, സക്സസർ ഒന്നുമില്ല, 1 ആഡ് ചെയ്യുക സക്സസർ കിട്ടാൻ. ആൻഡ് പ്രൊഡസസർ ആണെങ്കിൽ -1 എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. സോ ഇതായിരിക്കും എന്താ പ്രൊഡസസറും സക്സസറും. സോ അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ആൻഡ് റിമൈനിങ് പ്രത്യേകിച്ച് ഒന്നുമില്ല. സോ ഇത്ര എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം. കൃത്യമായിട്ട് പഠിച്ചിട്ട് നമ്മുടെ NSMC-ക്ക് നല്ല സ്കോർ വാങ്ങിയിട്ട് എന്ത് ചെയ്യണം, മുന്നിൽ വന്നിട്ട് ക്യാഷ് പ്രൈസ് ഒക്കെ അടിച്ചിട്ട് വേണം പോകാൻ. സോ ഇത്രയേ ഉള്ളൂ ഇന്നേക്ക്. സോ നിങ്ങൾ ഇനിയും ആരെയും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. എല്ലാ ക്ലാസ്സും ഇവിടെ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ചാൽ മാത്രം മതിയാകും. സോ ഇന്നേക്ക് അത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതെല്ലാം നിങ്ങളുടെ കമ്മ്യൂണിറ്റി നിന്നാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യാം, അഡ്മിനായിട്ട് ഡിസ്കസ് ചെയ്യാം, അവിടെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ ഇന്നേക്ക് ഇത്രയും മതി. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.